32 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ചെന്ന്. ഷടാ എന്തൊരു പോങ്ങനടാ. ഇവരിതാരിത്? രാമകൃഷ്ണേട്ടാ. ആ സുജാതേ, ബാ ഇരിക്ക്. രാമകൃഷ്ണേട്ടാ, ആ പോലീസുകാർ പറഞ്ഞ കാര്യം. ആ ഞാനത് അങ്ങോട്ട് ചോദിക്കാതിരിക്കായിരുന്നു. എന്തായി ഇന്നലത്തെ കോലാഹലങ്ങളൊക്കെ? അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അവര് സംശയിക്കുന്നത് പോലെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് അനുഭവിച്ചോട്ടെ. ഹരി സ്റ്റേഷനിൽ ചെന്നപ്പോ ആ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പോലീസുകാരൻ ഹരിയെ ഓർമ്മിപ്പിച്ചു. അയ്യോ, ദിവസം കുറച്ച് കടന്നുപോയി. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ശരിയാവൂ? അല്ല, കാര്യം ശരിയാ. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയില് നമുക്കെന്താ ചെയ്യാൻ പറ്റുക? ഹരിയും നിത്യയും ഭാര്യയും ഭർത്താവുമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ അയാൾ അത് വെച്ച് ഇനി കേസ് കുത്തിപ്പൊക്കും. പിന്നെ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നടക്കുക. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോയ രജിസ്റ്റർ മാരേജ് നടന്നേ പറ്റൂ. സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചേ പറ്റൂ. സുജാതേ, ഹരിയുടെ കാര്യത്തിലും ഞാനും കുറച്ച് വിഷമത്തില്ല. ചില നേരത്ത് അവന്റെ ഇരിപ്പ് കണ്ട ചങ്ക് തകർന്നു പോവും. 24 മണിക്കൂറോടെ തികയത്തില്ല. ഓടിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. പക്ഷേ ഇപ്പോഴേ അവന് മുറി അടച്ചിരിക്കാനേ സമയമുള്ളൂ. എപ്പോഴും ആലോചിച്ചിരിക്കാനേ സമയമുള്ളൂ. വല്ലപ്പോഴൊക്കെ ഞാൻ ചെന്ന് നോക്കുമ്പോഴേ അവന്റെ കണ്ണില് കണ്ണീരും ഉണ്ടാവും.